ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കും അല്ലേ? അപ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പം വേണ്ടേ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇന്ന് എന്താ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ചൊരു ഏജൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ജോയിൻറ്റുകൾക്ക് വേദന, ഷോൾഡർ പെയിന്, കാലിൻ്റെ മുട്ടിന് തേയ്മാനം, വേദന, നീർക്കെട്ട്, അതുപോലെ തന്നെ കാലിൻ്റെ കണ്ണയ്ക്ക്, പിന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഈ വേദനകളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ഓടിച്ചെന്ന് ഒരു ഓർത്തോയെ കണ്ടു, അവരെഴുതി തരുന്ന ഓയിൽമെൻറ്റ് മേടിച്ചു, ടാബ്ലറ്റ് മേടിച്ച് കഴിച്ചു, താൽക്കാലിക ഒരു ആശ്വാസം കിട്ടും. അതും ചിലപ്പോൾ അവർ പറയുന്ന ആ കോഴ്സ് തീർന്നോടം വരെ കഴിച്ചെങ്കിലാണ് ചിലപ്പോൾ നമുക്ക് ഈ വേദനയ്ക്ക് ഒരു ശമനം കിട്ടുള്ളൂ. രാത്രിക്കൊന്നും കിടന്നുറങ്ങണേ ചിലപ്പോൾ നമ്മൾ വലിയ ഉറക്കുളിയും മേടിച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേദനയ്ക്കുള്ള ഒരൊറ്റമൂലി അങ്ങ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഓടി വന്നത് കേട്ടോ. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഇത് പച്ചമരുന്നൊന്നും അല്ല കേട്ടോ. അങ്ങ് പറഞ്ഞപ്പോൾ ഒറ്റമൂലി ഇത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് 1-2 ഐറ്റം ഉണ്ട് താനും. അതായത് വലിയ കാശ് മുടക്കൊന്നുമില്ലാതെ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങളാകട്ടോ. അപ്പോൾ അടുക്കളയിലോട്ട് മേടിച്ച് വയ്ക്കുമ്പോൾ ഇതിന് കാശ് മുടക്കണ്ടേ. പിന്നെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മച്ചിക്ക് ഇപ്പം ചില മെഡിസിൻ കഴിച്ചു കഴിയുമ്പം ചിലർക്ക് കൈക്ക് ഇങ്ങനെ നീർക്കെട്ട്, കാലിൻ്റെ കണ്ണയ്ക്കൊക്കെ നീർക്കെട്ട് ഭയങ്കരമായിട്ട് വരുമല്ലോ. അമ്മച്ചിയുടെ 2 കാലും ഈ മാതിരി വണ്ണം വെച്ച് മന്ത് പോണക്കായിരുന്നു. കാലിൻ്റെ പത്തിയും കണ്ണയുടെ ഭാഗവും ഒക്കെ ഭയങ്കരമായിട്ട്, അതായത് അമ്മച്ചിക്ക് മോർഫിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോഴത്തേനും അമ്മച്ചിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് നീർക്കെട്ട് കയറി വരുമോ. അപ്പോൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളികയുടെയാണ്, അതിനിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിൽമെൻറ്റ് തീരുന്നോടം വരെ തേച്ചിട്ട് അമ്മച്ചിക്ക് ഒരു കുറവുമില്ല. അപ്പം നടക്കണമെങ്കിൽ അപ്പം ഞങ്ങളുടെ ആരുടെയിലൊക്കെ ഹെൽപ്പിലായിരുന്നു അമ്മച്ചി നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അമ്മച്ചിക്ക് ഇത് ചെയ്ത് ഫലം കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത്. അതല്ലാതെ ചുമ്മാ നമ്മൾ എന്തെങ്കിലും വാരിക്കോരിയിട്ടിട്ട് നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തെല്ലാം പറയും. അപ്പോൾ അത് മറ്റൊന്നുമില്ല. നമ്മൾ ഒരു കല്ലുപ്പ് മേടിക്കുക. എന്ന് കല്ലുപ്പിൻ്റെ ഒരു പാക്കറ്റ് കടയിൽ നിന്ന് മേടിക്കുക. ഇപ്പം തൂക്കി മേടിക്കാനൊന്നും കിട്ടാത്തതുകൊണ്ടാട്ടോ ഒരു പാക്കറ്റ് മേടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കല്ലുപ്പ് മേടിക്കുക. അതുപോലെ തന്നെ ആപ്പിൾ സിഡർ വിനാഗിരില്ലേ, ആപ്പിളിൻ്റെ വിനാഗിരി, അതൊരു ചെറിയ ബോട്ടിൽ കടകളിലൊക്കെ കിട്ടും. അതൊരെണ്ണം മേടിച്ചോളുക. ഇത് രണ്ടും അതുപോലെ തന്നെ ഇതുപോലത്തെ കോട്ടൺ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. ഇത് കണ്ടല്ലോ. അപ്പം ഇത് ഒരെണ്ണം മേടിക്കുക. ഇത് വലിയ ഇത് റോള് കൊണ്ട് ചെറുത് മേടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് അപ്പം തീരെ ചെറുത് മേടിക്കുമ്പോൾ ഇത്രയും കട്ടി ഉണ്ടായെന്ന് വരില്ല, ഇത്തിരി കട്ടിക്കുള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ഒരുപാട് ചിലപ്പോൾ ഒരു റോളായിട്ടേ തരത്തുള്ളവർ. എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് തരാനായിട്ട് പാടാ. പക്ഷെ ഞാൻ ഇതിങ്ങനെ അമ്മച്ചിക്ക് എപ്പോഴും ഇത് കെട്ടാവല്ലോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ ആവശ്യം വന്നാൽ പിന്നെയാണല്ലോ ഉപയോഗിക്കാമെന്ന് വെച്ച് ഞാൻ ഒരു റോളാകട്ടോ മേടിച്ചത്. അപ്പം ആ ഒരു റോളിൽ നിന്നാണ് ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിച്ചത്. അതല്ല, ഇത് മേടിക്കാൻ വലിയ കാശൊന്നുമില്ല എന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റോള് വേണ്ട എന്നുള്ളൊരു ഇത് ചെയ്യണം. കുഞ്ഞുങ്ങൾക്ക് വെക്കുന്ന പാമ്പറില്ലേ, ഇതുപോലത്തെ പാമ്പേഴ്സ്, ഇത് അപ്പം ഇതൊരെണ്ണം മേടിച്ചാൽ മതി. 20 രൂപയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 2 എണ്ണം കാണും. അപ്പം കാശില്ലാത്തവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് മേടിച്ചേച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് പറയാം, ഇതിൻ്റെ ഈ സ്പോഞ്ചുള്ള ഭാഗം എടുക്കേണ്ടത്. ഈ സ്പോഞ്ചിൻ്റെ ഭാഗമൊക്കെ വശം ഇതാണ് പുറകു വശം. ഇത് ഈ ഭാഗം പുറകെ, ഇവിടെയല്ല മരുന്ന് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വേണം, കമത്തി വേണം വെക്കാനായിട്ട്. ഇപ്പം മനസ്സിലായല്ലോ. ഞാനിത് ഒരു പാമ്പർ മേടിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞതിന് ആരും നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരണ്ടാകട്ടോ. എന്നാന്ന് ചോദിച്ചാൽ ഇത് കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച സാധനം എടുക്കാനല്ല പറഞ്ഞ. 20 രൂപ മുടക്കി ഒരു പാക്കറ്റ് മേടിച്ചു, അതിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല ഈ പാമ്പർ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചെന്നും പറഞ്ഞു. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മറ്റു പ്രശ്നമൊന്നുമില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. പിന്നെ കാശുണ്ടെങ്കിൽ ഇതൊരു റോള് മേടിച്ച് വെച്ചോന്നേ, കുഴപ്പമൊന്നുമില്ല. അപ്പം വേണേലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇതുകൊണ്ടാ കല്ലുപ്പ്, ഇതുകൊണ്ടാ കല്ലുപ്പ്. ഈ കല്ലുപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ, ഇതാണ് ആപ്പിൾ സിഡർ വിനാഗിരി കേട്ടോ. ഇത് വെറുതെ ഇവിടെ കൊച്ചിനെ മേടിച്ച് വെച്ച ആപ്പിളെ ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കേടാകാൻ തുടങ്ങിയപ്പോഴേ ഞാനെടുത്ത് ചുമ്മാ ഉണ്ടാക്കിയതാ കേട്ടോ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന വിധം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാശ് കൊടുത്ത് കടയിൽ നിന്ന് ഓടിച്ചെന്ന് മേടിക്കാൻ നിൽക്കണ്ട. പിന്നെ നിങ്ങൾ അത്രമേ അത്യാവശ്യക്കാരാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടേ ഉടനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ മേടിച്ചോ. പക്ഷെ നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനാഗിരി ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 21 ദിവസം കഴിഞ്ഞേ വിനാഗിരി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ആവശ്യത്തിന് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കോട്ടൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ഈ കോട്ടണിലോട്ട് മൊത്തം നിരത്തി ഇതങ്ങോട്ട് കൊടുക്കും. ആദ്യമേ നമ്മൾ ഇതിങ്ങനെ നിരത്തി, ഇങ്ങനെ ഈ കല്ലുപ്പ് മുഴുവനും നമ്മൾ ഇതിൻ്റെ അകത്തിട്ട കല്ലുപ്പ് ഇങ്ങനെ നിരത്തി അങ്ങോട്ട് കൊടുക്കണം.
എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവസാനം നമ്മൾ ഈ കല്ലുപ്പ് അലുന്ന വെള്ളവും ഈ വിനാഗിരിയും എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇത് കാണാവോ? ഇതുണ്ടോ? അപ്പം നിങ്ങൾക്ക് ഞാനിതിപ്പോൾ ഒരു കുറച്ച് പോർഷനിൽ മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്താണ് വേദന എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കോട്ടന്റെ നീളവും വീതിയും കൂട്ടണം. എന്നുവെച്ചിട്ട് അത് ഫുള്ള് കവർ ചെയ്ത് നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. ഇതുണ്ടോ? ഇങ്ങനെ ഫുള്ള് നിരത്തി വെക്കുക. ഇതിപ്പോൾ അമ്മച്ചി കിടക്കുക. ഇതിപ്പോൾ ഞാൻ അമ്മച്ചിയുടെ കാലയിലോട്ട് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തതും. എന്താണെന്ന് ചോദിച്ചാൽ അമ്മച്ചി ഇപ്പം ഒരു ട്രിപ്പ് ഇട്ട് കിടക്കുവാണ്. അതുകൊണ്ട് അമ്മച്ചിയുടെ കാലയിലോട്ട് വെച്ച് കെട്ടുന്നത് എനിക്കിപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ കാലിൻ്റെ ഏത് ഭാഗത്താണോ വേദന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഏത് ഭാഗത്താണോ വേദന ആ ഭാഗത്തോട്ട് ഇതുണ്ടോ? വേദനയുള്ള ഭാഗത്തോട്ട് നിങ്ങൾക്ക് കാണാമോ? ഇങ്ങനെ അങ്ങോട്ട് കമത്തി വെക്കുക. എന്നുവെച്ചിട്ട് ഇതുപോലെ ഇതുണ്ടോ ഒരു തുണി എടുക്കുക. തുണി എടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പുറമെ വലിച്ച് കെട്ടി മുറുക്കി വെക്കുക. വെച്ചിട്ട് ഒരു 2 മണിക്കൂർ വരെ അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഴിച്ചാൽ മതി. ഈ ഒരൊറ്റ പ്രാവശ്യം ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ വേദനയും നീർക്കെട്ടും കുറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും. ഇനി അതല്ല, രാത്രിയിൽ ഇങ്ങനെ കാലയിലോ കയ്യിലോ ഒക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കിടന്നിട്ട് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വേണേലും നിങ്ങൾക്ക് ഇത് കെട്ടി വെച്ചിട്ട് രാവിലെ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം ഇത് തോളയിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. ഇപ്പൊ ഷോൾഡർ പെയിൻ ഉള്ളവർക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നല്ല ബാൻഡേജ് വെച്ച് കറക്റ്റായിട്ട് ബെല്ലത്തിന് ഒട്ടിച്ചാൽ മതി. കാരണം ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കെട്ടാൻ പാടാം. അതുകൊണ്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ മതി, ടൈറ്റിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ഓർത്തോ ഡോക്ടറെ പോയി കണ്ട് ചീട്ടെടുത്ത് എന്തുമാത്രം മെഡിസിൻ മേടിച്ച് കഴിക്കുന്ന. അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചോണം. കാരണം ഇത് ഉള്ളിലോട്ട് ചെല്ലുന്ന മരുന്നല്ല, ഒരു ദോഷവും ഉള്ളതല്ല. കാരണം ഇത് ഉള്ളിലോട്ട് ചെന്നാലും എല്ലാവരും വെയിറ്റ് കുറയാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിൾ സിഡർ വിനാഗർ. അപ്പൊ അതുപോലെ തന്നെ ഉപ്പ് നമ്മളെല്ലാ ഭക്ഷണത്തിലും നമുക്ക് ഒഴിച്ചു കൂട്ടാൻ മേലാത്തൊരു സാധനമാണ് ഇത് രണ്ടും, അല്ലേ? അപ്പൊ ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് ശരീരത്തിന് ഒരു ദോഷവും ഇല്ല. നിങ്ങൾക്ക് ഏതു ഭാഗത്ത് വേദന വന്നാലും ഇതുപോലെ ചെയ്തിട്ട് നീർക്കെട്ടും വേദനയും നിങ്ങൾക്ക് കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് എന്ത് വേണേലും ഏത് നെഗറ്റീവ് കമന്റ് വേണേലും നിങ്ങൾ ഇട്ടോ, അത് കേൾക്കാൻ ഞാൻ തയ്യാറാകട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ ഫ്രൂട്ട്സ് മേടിക്കാത്ത വീടൊന്നുമില്ല. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആപ്പിൾ മേടിക്കാത്ത ആൾക്ക് വീടും കാണത്തില്ല, അല്ലേ? എത്രയാന്ന് പറഞ്ഞാൽ വൈകിട്ട് ശനിയാഴ്ച പണിയൊക്കെ നിർത്തി വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് ചിലപ്പോൾ 1 കിലോ ആപ്പിളോ അല്ലെ 1 കിലോ ഓറഞ്ചോ അല്ലെ 1 കിലോ മുന്തിരിയൊക്കെ മേടിക്കാത്തവരും ബേക്കറി സാധനം മേടിക്കാത്തവരും ഇല്ല. അപ്പൊ ഈ ആഴ്ച എന്ത് ചെയ്യണം? നിങ്ങൾ ഓറഞ്ചിനും മുന്തിരിക്കും ഒക്കെ പകരം 1 കിലോ ആപ്പിൾ മേടിക്കുക. അതിൽ നിന്ന് ഒരു 2-3 ആപ്പിൾ എടുത്തിട്ട് ചെറിയതായിട്ട് കഷ്ണങ്ങളാക്കുക. എന്നുവെച്ചിട്ട് അതൊരു ചില്ല് ഭരണിയിലിടണം കേട്ടോ. ചില്ല് ഭരണിയിൽ ഇപ്പൊ കാണിച്ചു തരണ്ടല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് വരും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചില്ല് ഭരണിയിലിട്ടേച്ചിട്ട് ചെറിയ ഇത് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചില്ല് ഭരണിയിലിടുക. എന്ന് വെച്ചിട്ട് ഒരു 2-3 ഗ്ലാസ് വെള്ളം അടുപ്പേ വെച്ച് തിളപ്പിച്ചിട്ട് അത് ചെറു ചൂടായിട്ട്, ഇതിപ്പോ ഒരു ടിന്നാന്ന് കൂട്ടിക്കോണം, ഇവിടം വരെ ഉള്ള ഒരു ടിന്ന്. അപ്പൊ ഇതൊരു ഇത്രയും ഭാഗം ആപ്പിൾ ഇവിടം വരെ മോളിൽ നിൽക്കണം, വെള്ളം ഇത്രയും ഒഴിക്കുക. അതായത് ഒരു അര ഭാഗത്തിലും കൂടുതൽ കുപ്പിയിൽ വെള്ളം ഒഴിക്കുക. എന്ന് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു കുഞ്ഞ് ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇടുക. അതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് ഈ ചൂടുവെള്ളം കൂടി ഇച്ചിരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് മിക്സ് ആയിട്ട് ബാക്കി വരുന്ന ചൂടുവെള്ളമില്ലേ അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചേക്കുക. എന്നാലും ആപ്പിള് ആയിരിക്കണം മുകളിൽ പൊങ്ങിക്കിടക്കാൻ. ആപ്പിളിൻ്റെ തൊട്ട് താഴെ വേണം കേട്ടോ വെള്ളം നിൽക്കാനുണ്ട്. ആപ്പിളിൻ്റെ ലെവൽ വെള്ളം വേണ്ട. കാരണം ആപ്പിൾ 2 ദിവസം കൊണ്ട് വെള്ളമാകുന്ന സാധനം. എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടപ്പിട്ട് മൂടി കെട്ടിയാലും അണുക്കൾ കയറും. അതിൻ്റെ മുകളിൽ ഒരു വെള്ള തുണി വെച്ചിട്ട് ഇങ്ങനെ വെള്ളയോ നല്ല വൃത്തിയുള്ള ഏത് തുണി വേണം വെച്ച് ചുറ്റിക്കെട്ടണം അടപ്പ്. എന്നിട്ട് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നല്ല ഒരു തവി കൊണ്ട്, ഏറ്റവും നല്ലത് ചിരട്ടത്തവിയോ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ഇങ്ങനത്തെ ചട്ടുമൊക്കെ ഉണ്ടല്ലോ, മരത്തിന്റെ ചട്ടുകം തവിയൊക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 21 ദിവസം നിങ്ങൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 21ാമത്തെ ദിവസം നിങ്ങൾ ഇളക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കവറെല്ലാം മാറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ് വെച്ച് അരിച്ചെടുത്തോളുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഒറിജിനൽ ഒരു മായവും ചേരാത്ത ആപ്പിൾ സിഡർ വിനാഗർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് രാവിലെ ചെറു ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരഭാരം ഉറപ്പായിട്ടും കുറഞ്ഞിരിക്കും. വയറ്റിലെ കൊഴുപ്പും
അടിഞ്ഞു കൂടിയിരിക്കുന്ന വയറ്റിലെ നല്ല ശരീരത്തിൻ്റെ എവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പും പോകും, നിങ്ങളുടെ ഓവർ വെയിറ്റും മാറിയിരിക്കും, ഉറപ്പാണ്. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കെമിക്കലും ഇല്ല. അപ്പം എല്ലാവരും ഇതും കൂടെ ഈ കൂട്ടത്തിൽ ഒന്ന് ചെയ്തോ കേട്ടോ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.